നമസ്തേ. എല്ലാ വർഷവും നമ്മൾ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന തിരുവോണം ഇതാ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആഘോഷം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, എവിടെയൊക്കെയാണോ മലയാളികളുള്ളത് അവിടെയൊക്കെ ഓണത്തിൻ്റെ ആരംഭം കുറിക്കുന്ന ചടങ്ങുകളും അതുപോലെ തന്നെ വിനോദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണം അവരുടെ ദേശീയോത്സവമാണ്. എങ്ങനെ ഈ സ്ഥാനം ഈ ഓണത്തിന് കിട്ടി എന്നുള്ളത് നമ്മൾ അറിയുന്നത് നന്നായിരിക്കും. ഏതൊരു വിശേഷ ദിവസവും ആചരിക്കുമ്പോഴും അത് ആഘോഷിക്കുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള തത്വങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ ആഘോഷത്തിൽ ലയിച്ചു ചേരാൻ പറ്റുന്നത്. അല്ലെങ്കിൽ വെറും ഒരു പുറമെ ഒരു ഉപരിപ്ലവമായ ഒരു സംഭവമായിട്ടത് മാറിപ്പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓണം എന്താണ്? ഓണം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ചിങ്ങമാസത്തിൽ ഒരു നക്ഷത്രമാണ്. 27 നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമാണ് ഓണം. പക്ഷേ അതിൻ്റെ മുമ്പിൽ ബഹുമാന സൂചകമായി തിരു എന്ന് ചേർത്തിരിക്കുന്നു. അപ്പോൾ അതിനെന്തോ ഒരു പ്രത്യേകതയുണ്ട്. അത് എങ്ങനെയാണ് ആ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുക? നമ്മുടെ ദേവീ ദേവന്മാർക്കൊക്കെ ഓരോ നക്ഷത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഓരോ നക്ഷത്രം ദേവത ആരാണ് എന്നുള്ളതൊക്കെ ജ്യോതിഷത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ തിരുവോണം എന്ന ഈ നക്ഷത്രം വാമനമൂർത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഭാഗവതത്തിലെ അഷ്ടമസ്കന്ധത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. അതും ചിങ്ങമാസത്തിലാണ്, ആ തിരുവോണത്തിലാണ് വാമനമൂർത്തി അവതരിച്ചത്. ആ അവതാരത്തിന് വളരെയധികം പ്രാധാന്യം നമ്മൾ കൊടുക്കാനുള്ള കാരണം ആ അവതാരത്തിലൂടെ ചില പ്രാധാന്യം ഓർക്കപ്പെടേണ്ടതായ പലതും വാമനമൂർത്തി നമുക്ക് കൈമാറിയിട്ട് ആണ് അദ്ദേഹം അവതാരം മതിയാക്കി പോയിരിക്കുന്നത്. ഈ ഭൂമി, സ്വർഗം, പാതാളം ഇങ്ങനെ 3 ലോകങ്ങളാണുള്ളത്. ആ ഭൂമി മനുഷ്യർക്കുള്ളതാണ്, സ്വർഗലോകം ദേവന്മാർക്കുള്ളതാണ്, അസുരലോകം അല്ലെങ്കിൽ പാതാളം എന്ന് പറയുന്നത് അസുരന്മാർക്കുള്ളതാണ്. ഈ ലോകങ്ങളിലൊക്കെ അതാത് വർഗങ്ങൾ തന്നെ ആയിരിക്കണം ഭരണകർത്താക്കളാകേണ്ടതും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും. പക്ഷേ അസുര ചക്രവർത്തിയായ മഹാബലി അദ്ദേഹം ആ സ്ഥാനാരോഹണം ചെയ്ത ഉടനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു സാമ്രാജ്യത്വ മോഹം ഉണ്ടായി. എന്തിന് ഈ ഒരു ലോകം മാത്രം ഭരിക്കണം? മറ്റു ലോകങ്ങളും ഭരിച്ചാൽ എന്താണ് നഷ്ടം വരാൻ പോകുന്നത്? ഞാൻ വിഷ്ണു ഭക്തനാണ്, എനിക്ക് സാധിക്കാത്തായി ഒന്നുമില്ല എന്നൊരു അഹങ്കാരം കൂടി മഹാബലിക്കുണ്ടായിരുന്നു. അദ്ദേഹം സ്വർഗലോകത്തെ ദേവന്മാരെ തോൽപ്പിച്ച് സ്വർഗലോകത്തെ അദ്ദേഹം കീഴടക്കി, സ്വന്തമാക്കി. മനുഷ്യരുമായി ഏറ്റുമുട്ടേണ്ടി വന്നില്ല. അവർ പേടിച്ച് ആസുരനുമായി ഒരു ബന്ധത്തിലായി. അങ്ങനെ ഈ ലോകവും ഭൂലോകവും അദ്ദേഹത്തിൻ്റെ കീഴിലായി. അങ്ങനെ ഈ 3 ലോകത്തിൻ്റെയും അധിപനാണ് ഞാൻ എന്ന് പലപ്പോഴും മഹാബലി പറയാറുണ്ട്. ത്രൈലോക്യാധിപൻ ഞാനാണ് എന്ന നിലയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിലെ സ്ഥിതിഗതികളൊക്കെ നിയന്ത്രിക്കേണ്ടത് മഹാവിഷ്ണുവിൻ്റെ ഉത്തരവാദിത്തമാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം 3 മൂർത്തികൾക്ക് 3 വകുപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ സ്ഥിതി, അതായത് കാര്യങ്ങളൊക്കെ നിജസ്ഥിതിയിലെത്തിക്കുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം മഹാവിഷ്ണു നിക്ഷിപ്തമാണ്. ഇവിടെ അന്നത്തെ നിയമപ്രകാരം ദേവന്മാരുടെ സ്വർഗം ദേവന്മാർക്ക് തന്നെ ലഭിക്കേണ്ടതാണ്, മനുഷ്യരുടെ ഭൂമി മനുഷ്യർക്ക് തന്നെ ലഭിക്കേണ്ടതാണ്. അസുരലോകം പിന്നെ മഹാബലിയുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. ഈ 2 ലോകങ്ങളും ദേവലോകവും ഭൂലോകവും കീഴടക്കിയത് വളരെയധികം തെറ്റായൊരു കാര്യമാണ്. അത് ചെയ്തതോ തൻ്റെ ഭക്തനായ മഹാബലിയാണ്. പക്ഷേ ഭക്തൻ അത് തെറ്റ് ചെയ്താലും അത് തിരുത്തേണ്ട ഉത്തരവാദിത്വം തനിക്കുണ്ട് എന്ന് മഹാവിഷ്ണുവിന് പൂർണ്ണ ബോധ്യമുണ്ട്. അല്ലെങ്കിൽ സ്വജനപക്ഷപാതം എന്ന ഒരു ആരോപണം മഹാവിഷ്ണുവിലേക്ക് വരുമല്ലോ. സ്വന്തം ഭക്തന്മാർക്ക് എന്തോ ആവാം, മറ്റുള്ളവരെയാണ് കൊല്ലുക എന്നൊക്കെയുള്ള രീതിയിൽ ആരോപണം വരും. അപ്പോൾ അത് തന്ത്രപരമായിട്ട് തിരുത്തണം എന്ന നിലപാടെടുത്ത് ഭഗവാൻ നടത്തും. ദാനശീലനാണ് മഹാബലി, ചോദിച്ചതെല്ലാം നൽകും. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഭഗവാൻ ആ വാമനാവതാരം സ്വീകരിച്ചത്. അത് ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശി ദിവസം തിരുവോണം നക്ഷത്രം അഭിജിത്ത് മുഹൂർത്തത്തിലാണ് വാമനമൂർത്തി അവതരിക്കുന്നത്. ആ ഏറ്റവും ചെറിയ ഒരു രൂപത്തിലാണ്, വാമന രൂപത്തിലാണ് അദ്ദേഹം അവതരിച്ചത്. ഈ സന്ദർഭത്തിൽ മഹാബലി വലിയൊരു യാഗം നടത്തുകയാണ്. ആ യാഗസ്ഥലത്തേക്ക് ചെന്നു.
അവിടെ ചെന്ന് അവിടെ തന്നെ കാത്തിരുന്നു. ബ്രഹ്മചാരിയായ രൂപത്തിലാണ്, അപ്പോൾ എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട് ആ കുട്ടിയെ. അപ്പോൾ ഈ യോഗം കഴിഞ്ഞതിന് ശേഷം എന്താണ് ആവശ്യം പറഞ്ഞോളൂ, ഞാൻ ദാനം ചെയ്യുന്ന കാര്യത്തിൽ വളരെയധികം താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ എങ്കിൽ 3 അടി മണ്ണ് എനിക്കങ്ങ് ദാനം ചെയ്യണം. എന്തിന് 3 അടി ആക്കണം? 3 ലോകവും എൻ്റെ അധീനത്തിലാണല്ലോ. അല്ല, എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് ഇരുന്ന് തപസ് ചെയ്യാൻ എൻ്റെ ഈ ചെറിയ ശരീരത്തിന് ഇരിക്കാൻ എത്ര വേണം? 3 അടി മണ്ണ് ധാരാളമാണ്, അതിലധികം വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ആ 3 അടി മണ്ണ് ജലധാര വീഴ്ത്തിക്കൊണ്ടങ്ങൾ ദാനം ചെയ്യുകയാണ് മഹാബലി ചെയ്തത്. ഉടനെ ഭഗവാൻ ആ വാമന രൂപത്തിൽ നിന്ന് ത്രിവിക്രമ രൂപത്തിലേക്ക് വളരുകയാണ്. ഏകദേശം ആകാശമുട്ടയുള്ള രൂപമായി മാറി ഭഗവാൻ. അതിനാണ് ത്രിവിക്രമൻ എന്ന് പറയും. ഉടനെ തൻ്റെ 2 കാലടികൾ കൊണ്ട് ഭൂമിയും സ്വർഗവും അസുരലോകവും അളന്നു. 3-ാമത്തെ കാലടി എവിടെ വെക്കണം എന്ന് ചോദിച്ചു മഹാബലിയോട്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, എൻ്റെ എല്ലാം അങ്ങ് എടുത്തു കഴിഞ്ഞു, ഇനി ശരീരം മാത്രമേ ബാക്കിയുള്ളൂ, അത് അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഭഗവാന്റെ മുമ്പിൽ വന്നിച്ച് നിൽക്കുന്ന ഒരവസ്ഥയായി. ഭഗവാന് വളരെ സന്തോഷമായി. അഹങ്കാരം തീരെ ഇല്ലാതായി. ആ പരമമായ ആത്മീയതയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ തൻ്റെ ഭക്തനെ ആ ഉയർന്ന കാലുകൊണ്ട് അനുഗ്രഹിക്കുകയാണ്. കാൽ ഉയർത്തിയിരിക്കുന്ന അളക്കാനാണ്. ആ ഉയർത്തിയ കാലിൻ്റെ അടിയിലാണ് ഇപ്പോൾ മഹാബലി വന്നിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആ ഉയർത്തിയ കാലുകൊണ്ട് തന്നെ മഹാബലിയെ അനുഗ്രഹിക്കുകയാണ്. കാലുകൊണ്ടും അനുഗ്രഹിക്കാം. ഇപ്പോൾ നമ്മൾ വേണ്ടപ്പെട്ടവർ ഗുരുവിൻ്റെയൊക്കെ കാലിനല്ലേ വന്ദിക്കുന്നത്, കാലിലല്ലേ നമസ്കരിക്കുന്നത്. ഉത്തമാംഗം ആണ് തല, മുഖമൊക്കെ ഉള്ളത്. ആരെങ്കിലും ആ മുഖമൊന്ന് കാണിക്കൂ, നമസ്കരിക്കട്ടെ എന്ന് പറയാറില്ലല്ലോ. അല്ലെ കൈകളിൽ നമസ്കരിക്കാമെന്ന് പറയാറ് കാലിലാണ്. കാലിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്, യോഗശാസ്ത്രമാണ്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തന്മാരെ ഭഗവാൻ പാദം കൊണ്ടാണ് അനുഗ്രഹിക്കുന്നത്. അതേത് മൂർത്തിയും, ഭഗവാൻ മാത്രമല്ല ഏത് മൂർത്തിയും. അപ്പോൾ ആ അനുഗ്രഹം എന്തായിരുന്നു? വരമായിട്ടാണ് നൽകിയത്. അതിലാദ്യത്തെ വരം തന്നെ എന്താണെന്ന് വെച്ചാൽ, അടുത്ത മന്വന്തരത്തിൽ, ഇപ്പോൾ വൈവസ്വത മന്വന്തരമാണ്, അടുത്ത മന്വന്തരത്തിൽ താങ്കൾ ദേവേന്ദ്രനായിട്ട് നിയോഗിച്ചിരിക്കുന്നു എന്ന് അവിടെ പ്രഖ്യാപിക്കുകയാണ്, ലോകങ്ങൾക്ക് പ്രഖ്യാപിക്കുകയാണ് ഭഗവാൻ. അസുരകുലത്തിൽ ജനിച്ച ആ മഹാബലിയെ ദേവന്മാരുടെ ഇന്ദ്രനായിട്ട് ഭഗവാൻ ഉയർത്തി. അതിന് മീതെ ഉയർത്താനില്ല, അങ്ങനെ ഉയർത്തി. അതിനുശേഷം താങ്കൾ പാതാളത്തിലേക്കൊന്നും പോകരുത്, ഭൂമിക്കടിയിലുള്ള 3-ാമത്തെ ലോകം എല്ലാം കൊണ്ടും സുരക്ഷിതവുമാണ്, ഏറ്റവും സ്വർഗീയ സുഖം അനുഭവിക്കുന്ന ലോകവുമാണ്. അവിടെ അടുത്ത മന്വന്തരം വരുന്നതുവരെ താങ്കൾ സുഖമായി ഒരു മന്ദിരത്തിൽ താമസിച്ചോളൂ. അങ്ങനെ 2-ാമത്തെ വരം കൊടുത്തു. എന്നിട്ടും ആ വരം കൊടുത്ത് മതിയായില്ല എന്ന് ഭഗവാന് തോന്നി. അപ്പോൾ ആ സന്ദർഭത്തിൽ ഭഗവാൻ പറഞ്ഞു, ഇനിയും ആ മന്വന്തരം വരാൻ കാലതാമസമുണ്ടല്ലോ, കാലം പിടിക്കും. അതുവരെ അങ്ങ് സുരക്ഷിതമായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ ആ സുതലത്തിലെ വീടിൻ്റെ കാവൽക്കാരനായിട്ട് ഞാൻ സേവനം ചെയ്യാം എന്ന് വാമനമൂർത്തി വരം നൽകുകയാണ്. അത്രയും കരുണാമയനായ വാമനമൂർത്തി ആ മഹാബലിയെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ പലരും അത് തെറ്റിദ്ധരിച്ച് ചവിട്ടിത്താഴ്ത്തി എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതതിൻ്റെ പിന്നിൽ എന്തോ ഒരു ഗൂഢാലോചനയുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ മഹാഭാഗവതം അതാണ് നമുക്ക് അടിസ്ഥാന ഗ്രന്ഥം. ആ അടിസ്ഥാന ഗ്രന്ഥത്തിലെ 8-ാമത്തെ സ്കന്ധത്തിലാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. മഹാഭാഗവതത്തിന് ലളിത വ്യാഖ്യാനം രചിച്ച ഒരു ആചാര്യൻ എന്ന നിലയിൽ ഈ ഭാഗം ഞാൻ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അവിടെ എവിടെയും ചവിട്ടിയതായിട്ട് എവിടെയും പറയുന്നില്ല, അനുഗ്രഹിച്ചതായി പറയുന്നു. അപ്പം അതുകൊണ്ട് പൂർണ്ണമായ ആ ഒരു അവതാരമാണ് വാമനമൂർത്തിയുടെ. അതുകൊണ്ട് ചിങ്ങമാസത്തെ തിരുവോണം വാമന ജയന്തിയായിട്ടാണ് നമ്മൾ ആചരിക്കേണ്ടത്. പിന്നെ അസുരനായ മഹാബലി തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായി മാറുകയാണ്, ശിഷ്യനായിട്ട് മാറുകയാണ്. അദ്ദേഹവുമായിട്ട് കേരളത്തിലേക്ക് വരുന്നു ഈ ഓണക്കാലത്ത്. 2 പേരും ഒന്നിച്ചാണ് വരുന്നത്. ദേവനും അസുരനും ഒന്നിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിലേക്ക് വരുന്നു. അവരെ സ്വീകരിക്കാനാണ് പൂക്കളം ഒരുക്കി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന സന്ദേശം എന്താണ്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്നർത്ഥം. ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളും ഒരു ആത്മാവാകുന്ന ചരടിൽ കോർത്തിരിക്കുകയാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയതകളോ അല്ലെങ്കിൽ
വർഗബോധമോ അതൊന്നും തന്നെ ഇല്ലാതെ ഒരു ചരടിൽ എങ്ങനെയാണോ വിവിധ വർണ്ണത്തിലുള്ള പുഷ്പങ്ങൾ കോർത്തിണക്കിയിരിക്കുന്നത്, അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളെയും ഭഗവാൻ ആത്മാവ് എന്ന ചരടിൽ കോർത്തിരിക്കുന്നത്. അതാണ് നമ്മൾ വസുധൈവ കുടുംബകം എന്ന് പറയുന്നത്. ഈ ഓണം നമ്മൾ ആചരിക്കുന്നതും ആഘോഷിക്കുന്നതും എല്ലാവർക്കും സമൃദ്ധിയും സന്തോഷവും സമാധാനവുമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇനി വരുന്ന തലമുറയും അതേ അവസ്ഥയിലേക്ക് എത്തിച്ചേരണം എന്നുള്ള നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ അവരെയും ചെറുപ്പത്തിൽ ഇത്തരം കഥകൾ പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള സകല വിദ്യകളും കാലാകാലത്തുണ്ടാവുന്ന പുതിയ പുതിയ വിദ്യകളിൽ അവർക്ക് പ്രാവീണ്യം നേടിക്കൊടുക്കത്ത തരത്തിൽ അവരെ വളർത്തിയെടുക്കേണ്ടതും ഇപ്പോഴത്തെ തലമുറയുടെ മുഖ്യമായ കടമയാണ്. അറിവ് വേണം, ശരിയായ അറിവുണ്ടായിരിക്കണം എന്നത് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ അതിന് അവർക്ക് എങ്ങനെയാണ് അത് നൽകേണ്ടത്? കാലത്തിനനുസരിച്ച് കൊണ്ടുള്ള ഏറ്റവും നല്ലതിനെ മാത്രമേ അവർക്ക് നൽകാൻ പറ്റുള്ളൂ എന്നർത്ഥം. അവിടെ ആ ഒരു ഗുരുശിഷ്യ ബന്ധം, അതുപോലെ കുടുംബനാഥനും കുട്ടിയും അധ്യാപകനും തമ്മിലുള്ള ഒരു സമ്പർക്കം, ഇതിലൂടെ വേണം ആ കുട്ടിയെ വിദ്യാഭ്യാസ കാര്യത്തിൽ മാത്രമല്ല നല്ലൊരു പൗരനായി വാർത്തെടുക്കാനും ഇത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ അധ്യാപകനും അതുപോലെ രക്ഷാകർത്താവും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. കുട്ടിയുടെ വിദ്യാഭ്യാസം ഏത് നിലവാരത്തിൽ എന്നുള്ളത് ഇവർ രണ്ടുപേരും ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരു സമ്പർക്കം കുടുംബനാഥനും അധ്യാപകനും തമ്മിലുള്ള ആ ഒരു സമ്പർക്കത്തിലൂടെ വേണം പുതിയ തലമുറയെ വാർത്തെടുക്കാനായിട്ട്. അവർ തീർച്ചയായിട്ടും ഏറ്റവും നല്ല പൗരന്മാരായിട്ട് ലോകത്ത് സേവനം ചെയ്യും. ആ രീതിയിലേക്കുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മൾ രൂപവൽക്കരിക്കേണ്ടത്. അതിന് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതിന് ശ്രമിക്കുന്നുണ്ട്. അതിന് ഒരു പ്രത്യേകമായിട്ട് എനിക്ക് എടുത്ത് പറയാൻ തോന്നുന്നത് ഇൻബൈറ്റ് അക്കാഡമി എന്ന ഒരു സ്ഥാപനം. അവർ ഓൺലൈനിലൂടെയാണ് കുട്ടികൾക്ക് വിവിധ ക്ലാസ്സുകളിലേക്കുള്ള ട്യൂഷൻ ഒക്കെ നൽകുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, അത് അവരുടെ വാക്കുകളിൽ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇവിടെ പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന ലൈവ് ഇൻറ്ററാക്റ്റീവ് സെഷൻസിൽ പാഠഭാഗങ്ങൾ വിദ്യാർത്ഥികളുമായി നേരിട്ട് ചർച്ച ചെയ്യുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, കുട്ടികൾക്ക് നേരിട്ട് ചർച്ച ചെയ്യുകയാണ്. ഹോംവർക്കും അസസ്മെൻറ്റും ചെയ്യാൻ സഹായിക്കുന്നു. പാഠഭാഗങ്ങൾ സ്വയം മനസ്സിലാക്കി പഠിക്കാൻ പര്യാപ്തി നേടുന്നതിനാൽ അവരുടെ അക്കാഡമിക് നിലവാരം കൂടുതൽ ഉയരുന്നു. ഇതെന്നെ പ്രത്യേകം എന്നെ ആകർഷിച്ചു ഈ കാര്യം. കാരണം കുട്ടികളുടെ നിലവാരം, പഠന നിലവാരം എത്രയാണ്, ഇടയ്ക്കിടെ അത് അസസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ നിലവാരം എവിടെ എത്തിയിരിക്കുന്നു. അതിൽ രക്ഷാകർത്താക്കളോടൊപ്പം ഈ കോച്ചിങ് നടത്തുന്ന അധ്യാപകനും താല്പര്യമെടുക്കുന്നു. തത്സമയത്തുള്ള പല ഉപദേശങ്ങളും നൽകി ആ കുട്ടിയെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഈ അക്കാഡമി തീർച്ചയായിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. അവരുടെ ആ സേവനം ഇന്നത്തെ കാലഘട്ടത്തിന് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇത്രയുമാണ് എനിക്ക് നിങ്ങളുടെ ഈ ഓണത്തിനോടനുബന്ധിച്ചുള്ള കാര്യമായിട്ട് പറയാനുള്ളത്. എല്ലാവർക്കും തിരുവോണ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്തേ.